بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൻ നംൽ 53 മുതൽ 55 വരെയുള്ള ആയത്തുകളാണ് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. വഅൻജൈന, ഈ പദത്തിൽ സാക്കിനത്തായ നൂനും ശേഷം ജീമും വന്നിട്ടുണ്ട്. അൻ എന്ന സാക്കിനത്തായ നൂൻ, ജ അൻജ എന്ന ശേഷം വന്ന ജീമ്. ജീമ് ഇഖ്ഫാഇൻ്റെ 15 ഹർഫുകളിൽപ്പെട്ടതാണ്. ഇഖ്ഫ ഹഖീഖി എന്നാണ് അതിൻ്റെ മുഴുവൻ പേർ. അതുകൊണ്ട് ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മറച്ച് മണിക്കുക എന്നും പറയാം, ഗോപ്യമാക്കുക. അതാണ് ഇഖ്ഫായിൻ്റെ ഭാഷാർത്ഥം. ഇൽഹാറിൻ്റെ നേർവിപരീതമാണ് ഇഖ്ഫാ. അതുകൊണ്ട് തന്നെ നൂൻ വ്യക്തമാവരുത്, അവ്യക്തമാക്കി വഅൻജൈന എന്ന് പറയണം. ആ മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. ഇഖ്ഫ മുറഖഖ് അല്ലെങ്കിൽ ഗുന്ന മുറഖഖ എന്നും പറയാം. കാരണം ജീമ് ഇസ്തിഫാലിൻ്റെ ഹർഫാണ്, തഫ്ഖീം ചെയ്യപ്പെടുന്ന അക്ഷരമല്ല എന്നതുകൊണ്ട് അതിനു മുമ്പിൽ വരുമ്പോൾ ഇസ്തിഫാലിൻ്റെ ഹർഫുകൾക്ക് തൊട്ടു മുമ്പിലായി സാക്കിനത്തായ നൂനോ തൻവീനോ വന്ന് ഇഖ്ഫാ ചെയ്യപ്പെടുന്ന സന്ദർഭം ഉണ്ടാകുമ്പോൾ അവിടെ ആ അക്ഷരത്തിൻ്റെ സിഫത്തായ തർക്കീഖ് ഇവയിലേക്കും നൂനിൻ്റെ ഉച്ചാരണത്തിലേക്കും നൽകേണ്ടതാണ്. അതുകൊണ്ട് വഅൻജൈന എന്ന് നൂനിനെ അവ്യക്തമാക്കി ജീമിലേക്ക് ശബ്ദത്തെ കൊണ്ടുപോവുക. ഇതാണ് ഇഖ്ഫാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അൻ എന്ന് ക്ലിയറാക്കുകയും ചെയ്യരുത്. വഅൻ എന്നിങ്ങനെ അവ്യക്തമാക്കുക. എന്നാൽ വല്ലാതെ വായ തുറന്ന് എന്നായി പോകരുത്. നൂനിൻ്റെ മഖ്റജിൽ നാവ് സ്പർശിക്കുന്നതിന് പകരം അല്പം നാവിനെ അകറ്റി വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന രീതി, അതാണ് കൈഫിയത്തുൽ ഇഖ്ഫാ. ചുരുക്കി പറഞ്ഞാൽ വിശദമായി നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. വഅൻജൈനല്ലദീന ആമനൂ വകാനൂ, ഇതുവരെയുമുള്ള എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റേതാണ്, തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ടവയാണ്. വആമനൂ, ആമനൂയിലെ ഹംസയുടെ ദീർഘം മദ്ദുൽ ബദലാണ്. അവിടെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമുള്ള ദീർഘമാണുള്ളത്. എല്ലാം തർക്കീഖ് ചെയ്ത് ഇസ്തിഫാലിൻ്റെ ഹർഫുകളായതുകൊണ്ട് തർക്കീഖ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കേണ്ടവയാണ്. വഅൻജൈനല്ലദീന ആമനൂ വകാനൂ, അല്ലേ? നമ്മുടെ മലയാളികൾ പലപ്പോഴും തെറ്റായി എങ്ങനെ പറയും? വഅൻജൈനല്ലദീന ആമനൂ വകാനു എന്ന് പറയാറുണ്ട്. അത് തെറ്റായ രീതിയാണ്. അറബി ഭാഷയുടെ അടിസ്ഥാന ഉച്ചാരണ നിയമങ്ങൾക്കൊക്കെ എതിരാണത്. അപ്പോൾ ആമനൂ വകാനൂ, ആമനൂ വകാനൂ യത്തഖൂൻ, യത്തഖൂൻ. ഇതിൽ ഖാഫിന് മാത്രമാണ് നിസ്ബിയായ തഫ്ഖീം നൽകേണ്ടത്, അപേക്ഷികമായ തഫ്ഖീം നൽകേണ്ടത്. അതായത് തഫ്ഖീം ഏറ്റവും ഉയർന്ന ലെവലിൽ ഉണ്ടാവുക ഫത്ഹ നൽകി ദീർഘിപ്പിക്കുമ്പോൾ, രണ്ടാമത്തെ ലെവൽ ഫത്ഹ മാത്രം നൽകുമ്പോൾ, അതിൻ്റെ അടുത്ത മൂന്നാമത്തെ അവസ്ഥയാണ് ലെവലാണ് ദമ്മ് നൽകി ഉച്ചരിക്കുമ്പോൾ യത്തഖൂൻ. അപ്പോൾ ഖാഫിനെ തഫ്ഖീം ചെയ്യണം. അല്ലാത്ത ഈ വചനത്തിൽ വന്ന
എല്ലാ അക്ഷരങ്ങളെയും തർക്കീഖ് ചെയ്യുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാം. വലൂത്തൻ ഇദ് ഖാല, വലൂത്തൻ ഇദ് ഖാല. ത്വാ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. വലൂത്തൻ നല്ല കടുപ്പമുള്ള അക്ഷരമാണ്, ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്. ഇത്ബാഖ്, ഇസ്തിഅല ഇതൊക്കെ സംഗമിച്ചിട്ടുള്ള ഒരു ഹർഫാണ് ത്വാ. ത്വാ തഫ്ഖീം ചെയ്യുമ്പോൾ ത്വാ എന്ന് ചുണ്ട് ചേർത്ത് തെറ്റായി പറഞ്ഞു പോകാറുണ്ട്. അത് സൂക്ഷിക്കണം. വലൂത്താൻ, താൻ താൻ എന്ന് തന്നെ പറയണം. തൻ, ത, ദാൽ ഇവയുടെ മഖ്റജ് തന്നെയാണ് ത്വാഉം. പക്ഷേ ത്വാഇന് എന്തുണ്ട്? ഇസ്തിഅലാഉണ്ട്. ത്വാഇൻ്റെ ഉച്ചാരണ സമയത്ത് നാവിൻ്റെ പിൻവശം ഉയരും എന്നതുകൊണ്ടാണ് ഇസ്തിഅല എന്ന സിഫത്ത് അതിനുണ്ടെന്ന് പറയുന്നത്. വലൂത്തൻ ഇദ് ഖാല, തൻവീനും ശേഷം ഹംസയും. ഇദ്ഹാർ ഷഫവിയാണ്, ഇദ്ഹാർ ഹൽഖിയാണ്. വലൂത്തൻ ഇദ് ഖാല എന്ന് പറയുമ്പോൾ തൻവീൻ അതിനുശേഷം ഹംസയാണ് വന്നത്. ഹുറൂഫുൽ ഹൽഖിൽപ്പെട്ട ഒന്നാമത്തെ അക്ഷരം, തൊണ്ടയിൽ നിന്നും ഉത്ഭവിക്കുന്ന 6 അക്ഷരങ്ങളിൽ ഒന്നാമത്തേത് ഈ ഹർഫാണ് തൻവീനിന് ശേഷം വന്നത് എന്നതുകൊണ്ട് തന്നെ അവിടെ തൻവീനിനെ വ്യക്തമാക്കി വെളിവാക്കി പറയുക. ഇതാണ് ഇദ്ഹാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ അല്പം പോലും മണിച്ചു പോകരുത്. അതുകൊണ്ട് വലൂത്തൻ ഇദ്, വലൂത്തൻ ഇദ് ഖാല, ഇദ് ഇദ് എന്ന് പറയുമ്പോൾ ദാല് കഴിഞ്ഞ വചനത്തിലും വന്നിട്ടുണ്ട്. അല്ലദീന എന്ന ദാൽ, ദാലിൻ്റെ മഖ്റജാവട്ടെ നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ, മേലെ മുൻപല്ലിൻ്റെ അറ്റം, ഇവ രണ്ടും ചേർന്നുകൊണ്ടാണ്. അഥവാ വഹ്റു തൊറഫിൽ ലിസാൻ മഅ അത്റാഫി സനായൽ ഉലിയ എന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് ദാലിൻ്റെ ഉച്ചാരണം വരേണ്ടത്. അപ്പോൾ ദാൽ ഉച്ചരിക്കുമ്പോൾ നിർബന്ധമായും നാവിൻ്റെ തലപ്പ് പുറത്തേക്ക് വരണം. ഇദ് ഇദ് പല്ലിൻ്റെ പുറത്തേക്ക് കാണുന്നർത്ഥം. ഇങ്ങനെ പറയുമ്പോൾ ലൂസാക്കിക്കൊണ്ടാണ് ദാൽ ഉച്ചരിക്കുക, അയവോടുകൂടി. റഖാവ എന്ന സിഫത്ത് അതിനുള്ളതാണ്. അപ്പോൾ ഇദ് ശബ്ദത്തിൻ്റെ ആ ഒഴുക്ക് കണ്ടില്ലേ, അതാണ് റഖാവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇദ് വലൂത്തൻ ഇദ് ഖാല, ഇദ് ഖാല. ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം, സ്വരഭാരത്തോടെ തടിപ്പിച്ച് ചരിക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ് ഖാഫ്. അതിനെ അലിഫ് നൽകി ദീർഘിപ്പിക്കുമ്പോൾ ദീർഘത്തിലും തഫ്ഖീം ഉണ്ടാവണം. വലൂത്തൻ ഇദ് ഖാല ലിഖൗമിഹി, വീണ്ടും ഖാഫ് ആവർത്തിക്കുന്നു. ലിഖൗമിഹി, ലിഖൗമിഹി അതഅ്തൂന. ഇവിടെ ഖൗമിഹി എന്നതിലെ ഹഉദ്ദമീറിൻ്റെ ദീർഘം, അതിനെ യാ നൽകി ദീർഘിപ്പിക്കുന്നതായ ആ ദീർഘം മദ് മുൻഫസിൽ ജായിസിൻ്റെ വിധി നൽകപ്പെടുന്ന മദ്ദുസ്സിലത്തിൽ കുബറ എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അവിടെ ദീർഘിപ്പിക്കണം. ഇദ് ഖാല ലിഖൗമിഹി അതഅ്തൂനൽ ഫാഹിഷ, അതഅ്തൂന, അതഅ്തൂന, അതഅ്തൂന എന്ന് ഹംസയെ ഇല്ലാത്ത രൂപത്തിൽ, വ്യക്തമാവാത്ത രൂപത്തിൽ പറയരുത്. ഹംസ കടുപ്പത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതഅ്തൂന, അതഅ്തൂന എന്ന് തന്നെ പറയണം, അതഅ്തൂന പറയരുത്. അതഅ്തൂനൽ ഫാഹിഷത, അൽ ഫാഹിഷത. ഹാഇ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. തൊണ്ടയുടെ മധ്യമാണ്, ഹൽഖിയായ അക്ഷരമാണ്. അൽ ഫാഹിഷത വഅൻതും തുബ്സിറൂൻ, വഅൻതും. നേരത്തെ അൻജൈന പറഞ്ഞപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ ഇവിടെയും ബാധകമാണ്. സാക്കിന് താനൂൻ ശേഷം താഇ, ഇഖ്ഫ ഹഖീഖി എന്ന നിയമമനുസരിച്ച് നൂനിനെ മറച്ച് മണിക്കണം, അവ്യക്തമാക്കി മണിക്കുക. വഅൻതും എന്ന് പറയുക. അന്ത്യത്തിൽ വന്ന സാക്കിനത്ത മീമുണ്ട്, അതിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. വഅൻതും തുബ്സിറൂൻ, തുബ്സിറൂൻ. ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക.
സ്വാദിന് കസ്റാണ് എന്നതുകൊണ്ട് നിസ്ബിയായ തഫ്ഖീം, അതിൽ ഏറ്റവും താഴ്ന്ന ലെവൽ കുറഞ്ഞ തഫ്ഖീം ആണ് നൽകുക. തുബ്സിറൂൻ, തുബ്സിറൂൻ റായിനും തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക. വഅൻതും തുബ്സിറൂൻ, തുബ്സിറൂൻ. അഇന്നകും, അവിടെ അഇന്നകും എന്ന് ഓതാൻ പറ്റുകയില്ല, ഹംസ ക്ലിയറാക്കി പറയണം. അഇന്നകും നൂൻ മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിക്കുക. അന്ത്യത്തിൽ വന്ന സാക്കിനത്ത മീം ഇവിടെയുമുണ്ട്, ഇൽഹാർ ഷഫവി, മണിക്കാതെ വെളിവാക്കുക. അഇന്നകും ലതഅതൂന الرجال, ഇവിടെയും ഹംസയെ വ്യക്തമാക്കണം, ലതഅതൂന പറയരുത്, മറിച്ച് ലതഅതൂന الرجال. റായിന് കസ്റാണ്, തർക്കീഖാണ്, നേർപ്പിച്ച് റായിന് രി എന്ന് ഉച്ചരിക്കുന്നു. അഇന്നകും ലതഅതൂന الرجال ശഹ്വ, വഖഫ് ചെയ്യുമ്പോൾ ശഹ്വ എന്നാണ് വഖഫ് ചെയ്യുക. ചേർത്ത് ഓതുമ്പോൾ ശഹ്വതൻ മിൻ ദൂനിൻ നിസാ, ശഹ്വതൻ എന്ന തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. വീണ്ടും സാക്കിനത്ത നൂനും ശേഷം ദാലുമുണ്ട്. ഇഖ്ഫാ ഹഖീഖി, നേരത്തെ അൻജൈന അൻതും എന്നൊക്കെ പറഞ്ഞിടത്തുള്ള അതേ നിയമം തന്നെ വ്യക്തമാക്കി നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മീൻ, മീൻ ദൂനിൻ അല്ലേ, മീൻ ദൂനിൻ നിസാ. ഇവിടെ ദീർഘം വന്നത് അലിഫും ശേഷം ഹംസയുമാണ് ഒറ്റ പദത്തിൽ. മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. വഖഫായതുകൊണ്ട് വേണമെങ്കിൽ 6 ഹറക്കത്തിൻ്റെ അളവ് വരെ ദീർഘിപ്പിച്ച് പൂർത്തിയാക്കാം, അല്ലെങ്കിൽ 4 ഹറക്കത്തിൻ്റെ അളവിൽ തവസ്സുത്ത് സ്വീകരിക്കാം. മിൻ ദൂനിൻ നിസാ ബൽ അൻതും, അന്നിസാ എന്ന് പറയുമ്പോൾ ഷദ്ദുള്ള നൂനുണ്ട്, അതിനെ മണിക്കണം, നൂൻ മുഷദ്ദദ. എപ്പോഴും മണിച്ചുച്ചരിക്കേണ്ട 2 അക്ഷരങ്ങളാണ് ഷദ്ദുള്ള നൂനും മീമും. 2 ഹറക്കത്തിൻ്റെ അളവിൽ അതിന് ഗുന്നത്ത് കൊടുക്കുക. മിൻ ദൂനിൻ നിസാ, അന്നിസാ എന്ന് സുക്കൂനുള്ള ഹായിന്മേൽ വഖഫ് ചെയ്യുന്നു. അല്പം പോലും ശബ്ദം ചലിപ്പിച്ച് കേൾപ്പിക്കരുത്, എന്നാൽ ആ കടുപ്പത്തോടെ ശുദ്ധത്തോടെ അതിൽ വഖഫ് ചെയ്യുക എന്നതാണ് വേണ്ടത്. ബൽ അൻതും, നേരത്തെ വന്ന പദം തന്നെ അൻതും. ഇവിടെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. സാക്കിനത്തായ മീം അന്ത്യത്തിലുള്ളത് അതിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. ഖൗമുൻ തജ്ഹലൂൻ, ഖാഫിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കണം. തൻവീൻ ഖൗമുൻ എന്ന തൻവീനിനെയും ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. ഖൗമുൻ തജ്ഹലൂൻ ബൽ അൻതും ഖൗമുൻ തജ്ഹലൂൻ. തജ്ഹലൂൻ എന്ന് പറയുമ്പോൾ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കേണ്ടതാണ്. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وأنجينا الذين آمنوا وكانوا يتقون. ولوطا إذ قال لقومه أتأتون الفاحشة وأنتم تبصرون أئنكم لتأتون الرجال شهوة من دون النساء بل أنتم قوم تجهلون